ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പാറ്റേൺ റെക്കഗ്നിഷൻ ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന കോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കരിക്കുലം ആണ് മെയിൻലി നമ്മൾ നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇതിൻ്റെ കരിക്കുലത്തിനകത്ത് എന്തൊക്കെയാണ്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ we will be introduced to പാറ്റേൺ റെക്കഗ്നിഷൻ എന്താണ് എന്നുള്ള ഐഡിയ നമ്മൾ ഉണ്ടാകും. എന്താണ് പാറ്റേൺസ് എങ്ങനെയാണ് പോകുന്നത്, അതിനെ എങ്ങനെ ഒരു കോഗ്നിറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അൽഗോരിതം വെച്ച് നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അതിനെക്കുറിച്ച് പഠിക്കുക. പിന്നെ ബേഷ്യൻ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബേഷ്യൻ ഡിസിഷൻ സയൻസ്, അതായത് ബേഷ്യൻ ഡിസിഷൻ തിയറി, അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നത്. പിന്നെ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, അതായത് ഒരാളുടെ ഒരു അൽഗോരിതത്തിൽ നമ്മൾ ഡേറ്റ പോയിന്റ്സും അതിൻ്റെ ഔട്ട്പുട്ട്സും കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ലേണിംഗ് നടത്താൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്. പാരാമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വേഷൻസിനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യുന്നു. നോൺ പാരാമെട്രിക് ആകുമ്പോൾ അങ്ങനെ നമ്മൾ പാരാമീറ്റേഴ്സ് ഇല്ലാതെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പാരാമീറ്റേഴ്സ് വെച്ചു ഇംപ്ലിസിറ്റ് ആയിട്ട് നോൺ പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഓഫ് ഡെൻസിറ്റി ഫംഗ്ഷൻസ്. ഇതായിട്ട് നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു ബേസ് ക്ലാസിഫയർ അതിൻ്റെ ബേസ് NB ക്ലാസിഫയറും ക്ലാസിഫയറും നിയറസ്റ്റ് നെയ്ബേഴ്സ് നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത് വളരെ ഉണ്ടായിട്ടുള്ള അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഒരു പാരഡൈമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ലേണിംഗ് തിയറി. ഒരു പുസ്തകം വാപ്നിക് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു ലേണിംഗ് തിയറി മുഴുവൻ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് തിയറി, സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് തിയറി, SLR അല്ലെ SLT എന്നൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് തിയറി. അപ്പോൾ വാപ്നിക്കിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല ഐഡിയ കിട്ടും. ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ കൊടുക്കേണ്ട. എംപിരിക്കൽ റിസ്ക് മിനിമൈസേഷൻ, അതായത് ഡേറ്റ ഓവർഫിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ളൊരു ആസ്പെക്ട് നമ്മൾ നോക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്ക്രിമിനന്റ് ഫങ്ഷൻസ് ചെയ്യുന്നത് ഡിസ്ക്രിമിനന്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് രണ്ടായിട്ട് ഡേറ്റയെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഫങ്ഷനാണ് ഡിസ്ക്രിമിനന്റ് ഫങ്ഷൻ. ഇവരെ ലേൺ ചെയ്യുന്നത് ലീനിയർ ലേണിംഗ് പഠിക്കുന്നതിനായിട്ട് ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫങ്ഷൻസിനെ നമ്മൾ ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫങ്ഷൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ അടുത്തതായിട്ടുള്ളത് പെർസെപ്ട്രോൺ, അതായത് ഇപ്പോഴത്തെ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള പെർസെപ്ട്രോൺ എന്താണെന്ന് നോക്കും. പിന്നെ 10ാമതായി നമ്മൾ ലീനിയർ സ്ക്വയർ റിഗ്രഷൻ, തന്നെ ലീനിയറായിട്ട് എങ്ങനെ നടത്താൻ പറ്റുന്നത്, ഇതിൻ്റെ ലീസ്റ്റ് മീൻ സ്ക്വയർ അൽഗോരിതം, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരിക്കും. ഇത് കഴിഞ്ഞ്
ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ANN, ആർട്ടിഫിഷ്യൽ ന്യൂറൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ പാറ്റേൺ ക്ലാസിഫിക്കേഷൻ ഫങ്ഷൻ, അതായത് ഒരു യൂണിവേഴ്സൽ ഫങ്ഷൻ അപ്രോക്സിമേറ്റർ ആണ് എന്നുള്ള കാര്യം. പാറ്റേൺ ക്ലാസിഫിക്കേഷൻ ഫങ്ഷനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ANN ഉപയോഗിക്കും. അടുത്തതായി മൾട്ടി ലെയർ, അതായത് നമ്മളിപ്പോൾ പറയുന്ന ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഒന്ന് രണ്ടിൽ കൂടുതൽ ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡീപ്പിനുള്ളിൽ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. പിന്നെ നമ്മൾ നോക്കുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇത് ഒരു അൽഗോരിതമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്സിനകത്തെല്ലാം ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ. ബാക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെ നടക്കുന്നു, ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ലോസിൽ നിന്ന് നമ്മൾ എങ്ങനെ ലേൺ ചെയ്യുന്നു. പിന്നെ നമ്മൾ RBF, റേഡിയൽ ബേസിസ് ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ കേർണൽസ് ഉണ്ടാക്കും. കേർണൽ എന്ന് പറയുന്നത് ഒരു ഹയർ ഡയമെൻഷൻ സ്പേസിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. റേഡിയൽ ഫങ്ഷൻ കേർണൽസ് അഥവാ നെറ്റ്വർക്ക്സ്. പിന്നെ അടുത്തതായി ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് ഓട്ടോ എൻകോഡേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഓട്ടോ എൻകോഡേഴ്സ് പിന്നെ കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, CNN, കേർണൽ ബേസ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? കേർണൽസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എക്സ്പെരിമെന്റൽ ഭാഗങ്ങൾ. അവസാനമായിട്ട് ഇത് നമുക്ക് ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാം. ഞാൻ എൻജിനിയർ ചെയ്ത ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാം, അഥവാ ഇതിൻ്റെ ഡിമെൻഷൻ എങ്ങനെ കുറയ്ക്കും. ഹയർ ഡിമെൻഷനിൽ നിന്ന് ലോവർ ഡിമെൻഷനിലേക്ക് മാറ്റി ഇതിൻ്റെ ഡിമെൻഷനാലിറ്റി കുറച്ച് നമുക്ക് എങ്ങനെ ഇതിനെ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് PCA, പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്, സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, എക്സെട്ര ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ. ഇതാണ് നമ്മുടെ കരിക്കുലം. ഇത് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്നത് IIScയുടെ E1, 2 and 3 എന്നുള്ള കോഴ്സിൻ്റെ സിലബസ് ആണ്. അപ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മൾ അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ഓരോന്നോരോന്നായി പറഞ്ഞു പോകാനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.